ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിൽ ആണുങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരമില്ല എന്നാണോ ആക്ഷേപിക്കുന്നത്? തീർച്ചയായിട്ടും ഇല്ല. ഈ ദ്വയാർത്ഥം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ ദ്വയാർത്ഥ പ്രകാരമുള്ള വസ്ത്രധാരണം നിർത്തണം. അതിന് മാറ്റമൊന്നുമില്ല. ദ്വയാർത്ഥ വസ്ത്രധാരണമാണ് ഇന്ന് നടക്കുന്നത്. അത് നിർത്തണം ആദ്യം. ഒരു സൈക്കിളിൽ ഒരു 10-18 വയസ്സ് അല്ലെങ്കിൽ ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് പുള്ളിക്കാരൻ ഞങ്ങൾ രണ്ടുപേരും കൂടി പോവുക കേട്ടോ, ചിലപ്പോൾ ഞങ്ങൾ 3 പേരായിട്ട് തിരിച്ചു വരുമായിരിക്കും. ആ കുട്ടിയുടെ മാന്യമായ വസ്ത്രമായിരുന്നു. അല്ല, അതിലെന്താ തെറ്റ്? അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയൂ. എന്നിട്ട് അദ്ദേഹം തന്നെ അതിൽ പറയുന്നുണ്ട് ട്രോഫിയാണ് വേറെ ഒന്നും ഉദ്ദേശിക്കരുതെന്നാണ്. ഈ ഡബിൾ മീനിങ് പറയുമ്പോ അത് വേറൊരു അർത്ഥം കണ്ടെത്തുന്നത് നമ്മളാണ്. നമ്മുടെ തെറ്റാണ്. അദ്ദേഹം മൂന്നാമതൊരാൾ വരുമ്പോ അദ്ദേഹം പറയുന്നുണ്ട് ട്രോഫി, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുതേ. മനസ്സിലായില്ലേ? അപ്പൊ ഒരു പഴംപൊരി എടുത്ത് വെച്ചിട്ട് അദ്ദേഹം ഈ വളഞ്ഞിരിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡബിൾ മീനിങ് ആക്കുന്നത് നമ്മളാണ്. വേറൊരു മീനിങ് അതിലുണ്ടെന്ന്. മലപ്പുറം ജില്ലയില് ഒരു പോക്സോ കേസിൽ ഒരു മകൻ ശ്രീനാഥ് പെട്ടു. അവന്റെ സ്കൂളിൽ പഠിക്കുന്ന 14 വയസ്സായ 15 വയസ്സായ പെൺകുട്ടി പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദമായ ഒരു കേസ്. എന്റെ അന്നത്തെ സ്വിഫ്റ്റ് ഡിസയർ കാറിൽ ഞാൻ മലപ്പുറത്ത് വിടുന്ന് ഞങ്ങളുടെ ടീമിനെയും കൊണ്ടുപോയി. മാധ്യമപ്രവർത്തകർ ഇപ്പൊ 24-ലെ ആഷിമൊക്കെ ഏത് സമയം വേണമെങ്കിലും അത് പോവാം. അങ്ങനെയൊന്നും പോകില്ല എന്ന് ഇവരാരും വിചാരിക്കരുത്. കാര്യം കൊല്ലം MLA മുകേഷിനെതിരെ ഒരു പരാതി. അതിൽ വനിതാ കമ്മീഷന്റെ നിലപാടെന്താ? മുകേഷിനൊപ്പമാണോ? തീർച്ചയായിട്ടും. അപ്പോ അത് സ്ത്രീക്കൊപ്പമാണോ ആ കമ്മീഷൻ നിൽക്കുന്നത്? ഇതേ വനിതാ പുള്ളിക്കാരി ചെയർപേഴ്സൺ ഒരു പ്രസ്താവന ഇന്നലെ ഇറക്കിയിട്ടുണ്ട്. അത് കണ്ടായിരുന്നു. പുരുഷന്മാരോടുള്ള വൈരാഗ്യം തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ സ്ത്രീകളെല്ലാം ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഈ സുഹൃത്ത് എപ്പോഴും മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൾക്ക് വേറെയും സുഹൃത്തുണ്ടാവും. അതാദ്യം മനസ്സിലാക്കണം. അല്ലാതെ ഇവൾ ഭർത്താവിനെയും കളഞ്ഞിട്ട് എന്റെ കൂടെ ആണെന്ന് ചിന്തിക്കുന്നത് ലോകമണ്ടനാണ്. എന്നായാലും അവൾ ഇയാളുടെ കൂടെ തന്നെ ഇനി രണ്ടാമത് വന്നാലും അവൾ വേറൊരു മേച്ചിൽപ്പുറം തേടിപ്പോയി. വാതില് അകത്തുനിന്നാണല്ലോ ലോക്ക് ചെയ്തിരിക്കുന്നത്. ആ വാതിൽ തുറന്നു കൊടുക്കാതെ അതിൽ മുട്ടുന്ന ഒരാളും അകത്ത് കയറില്ല. അതിനുള്ള സാഹചര്യം എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന പെണ്ണ് തന്നെയാണ്. പിന്നീട് അത് പീഡിപ്പിച്ചു എന്നോ വേറെ രീതിയിൽ പറഞ്ഞിട്ട് കാര്യം. പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെന്താ, സ്വാധീനിക്കാനല്ല, ശരിയും തെറ്റും അതറിഞ്ഞാൽ ഞാൻ SP കൊണ്ട് അന്ന് വിളിപ്പിച്ചത് എന്റെ ഭാഗം വിജയിക്കാനല്ല. ഞാൻ അവിടെ പറഞ്ഞത് എന്റെ ഭാഗം കേൾക്കണം. കേട്ടിട്ട് അദ്ദേഹത്തിന് ശരിയും തെറ്റും അദ്ദേഹത്തിന് തീരുമാനം. ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിൽ ആണുങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരമില്ല എന്നാണോ ആക്ഷേപിക്കുന്നത്? തീർച്ചയായിട്ടും ഇല്ല, ഉറപ്പാണ്. ഒരുപാട് കേസുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. നമ്മുടെ ആരും ചൂടായിട്ടൊന്നുമില്ല, കാര്യമായിട്ട് അവർ സംസാരിച്ചു. താങ്കൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചെറിയൊരു ചായവും പിന്തുണയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കും സാധാരണക്കാർ ഭാര്യ കൊടുക്കുന്ന പരാതി ഭാര്യയാണ്. ഒരു പെണ്ണ് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ കൊടുക്കുന്നതും നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പോകുന്ന രണ്ടാണ്. മനസ്സിലായില്ലേ? നമുക്ക് വേറെ പല കാര്യങ്ങൾക്ക് ഒരു വാഹനത്തിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്ത് വേണോ നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു ഭാര്യയോ അല്ലെങ്കിൽ ഒരു പെൺ സുഹൃത്തോ പരാതി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മയോ അവിടെ കരഞ്ഞ് മെഴുകുകയാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കരഞ്ഞ് മെഴുകി പറയുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ ചെന്ന് കയറി കൊടുത്താൽ തല്ലും എല്ലാം വാങ്ങും. അവസാനം റിമാൻഡ് ചെയ്യും. അങ്ങനെ എത്ര പേര് നമ്മുടെ ജയിലിൽ കിടക്കുന്നു എന്നറിയോ? നിരപരാധികൾ. മാധ്യമപ്രവർത്തകർ ഇപ്പൊ 24-ലെ ആഷിമൊക്കെ ഏത് സമയം വേണമെങ്കിലും അത് പോവാം. അങ്ങനെയൊന്നും പോകില്ല എന്ന് ഇവരാരും വിചാരിക്കരുത്. കാര്യം ഒരു മാധ്യമപ്രവർത്തകൻ ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ അരുൺകുമാർ പോക്സോ കേസിൽ പ്രതിയായത് എന്തുകൊണ്ടാണ്? എന്തടിസ്ഥാനത്തിലാണ്? അദ്ദേഹം ഏതെങ്കിലും 18 വയസ്സ് തികയാത്ത ഏതെങ്കിലും പെൺകുട്ടിയെ പീഡിപ്പിച്ചോ? ഇല്ല, അത് കോടതി തിരിച്ചറിഞ്ഞല്ലോ. എന്തായാലും പോക്സോ കേസിൽ പ്രതി എന്നുള്ളത് വന്നല്ലോ, അവിടെ മറ്റു മാധ്യമങ്ങൾ എഴുതിയല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ആർക്കും എപ്പോഴും കൊട്ടാൻ പറ്റിയ ഒരു ചെണ്ടയാണ് പുരുഷന്മാരെന്നുള്ള സാധ്യത വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു അടിവര വരണം. അതിനു വേണ്ടിയിട്ടാണ് മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിക്കാതെ ധൈര്യമായിട്ട് കയറി പോകണമെങ്കിൽ ഈ മെൻസ് കമ്മീഷന്റെ ആവശ്യം ഇവിടെ ഉണ്ട്. ഇനി മെൻസ് കമ്മീഷനിൽ പോയി കഴിഞ്ഞാൽ പുരുഷന്മാരുടെ എത്ര പരാതികൾ ഇവിടെ വരുന്നു എന്നുള്ളതിന് കണക്കുണ്ടാവും. ഇപ്പൊ നിലവിൽ കണക്കില്ല. എന്തൊക്കെ കണക്ക് പറഞ്ഞാലും വലിയ കണക്കൊന്നും ഇവിടെ പറയാൻ പറ്റില്ല നമുക്ക്. കാര്യം പുരുഷന്മാർക്കെതിരെ വ്യാജ പരാതികൾ ഇഷ്ടംമാതിരി വരുന്നുണ്ട്. പോലീസുകാർ അവരുടെ തൊപ്പി തെറിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവര് എല്ലാ പേരെയും റിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പാടില്ല. മനസ്സിലായില്ലേ? തെറ്റും ശരിയും നോക്കി അവർ എന്താണെന്നുള്ള ചെറിയൊരു അന്വേഷിച്ചിട്ട് ഇപ്പൊ മെൻസ് കമ്മീഷനിൽ ഒരു പരാതി കൊടുക്കുകയാണ്, എനിക്കെതിരെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു വ്യാജ പരാതി എടുത്തിട്ടുണ്ട്. അവർ കൃത്യമായിട്ടും അന്വേഷിക്കും, അവിടെ വിളിക്കും. അപ്പോൾ അജിത് കുമാറിനെ നോക്കി നടക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്ന് അവർക്ക് സുഖമായിട്ട് പറയാം. അവിടെ അവർക്ക് നീതിയും കിട്ടും. വനിതാ കമ്മീഷനിൽ കൊല്ലം MLA മുകേഷിനെതിരെ ഒരു പരാതി. അതിൽ വനിതാ കമ്മീഷന്റെ നിലപാടെന്താ? മുകേഷിനൊപ്പമാണോ അവരുടെ നിലപാട്? തീർച്ചയായിട്ടും. അപ്പോ അത് സ്ത്രീക്കൊപ്പമാണോ ആ കമ്മീഷൻ നിൽക്കുന്നത്? ഇതേ വനിതാ പുള്ളിക്കാരി ചെയർപേഴ്സൺ ഒരു പ്രസ്താവന ഇന്നലെ ഇറക്കിയിട്ടുണ്ട്. അത് കണ്ടായിരുന്നു.
പുരുഷന്മാരോടുള്ള വൈരാഗ്യം തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ സ്ത്രീകളെല്ലാം ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളതെന്ന്. ഇവർക്ക് എന്താ ഇതിനു മുൻപേ എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ ചെയർപേഴ്സണെ നിങ്ങൾ പറയുന്ന പുരുഷ അവകാശ കമ്മീഷൻ വരികയാണെങ്കിൽ അതിന്റെ ചെയർപേഴ്സൺ ആകാം. അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അവിടെ ഒരു പുരുഷൻ തന്നെ ആയിരിക്കുമല്ലോ, അതങ്ങനെ തന്നെ ആവും. എന്തുകൊണ്ട് സതീദേവി മേഡം ഇപ്പൊ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞില്ല എങ്കിൽ ഒരുപക്ഷെ മെൻസ് കമ്മീഷൻ വരാനുള്ള സാധ്യത കൂടും. അപ്പൊ ഇത് എങ്ങനെ ഇവിടെ നിന്ന് പിന്നോട്ടടിപ്പിക്കാം? അതുകൊണ്ടൊന്നുമല്ല, അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സ്നേഹം കൊണ്ടോ? അല്ല, പാർട്ടി സ്നേഹമൊന്നുമല്ല. പാർട്ടി സ്നേഹം അതെന്റെ ഒരു വിഷയമേ അല്ല. അല്ലെങ്കിൽ കുറച്ച് മുന്നേ പറയാൻ പറ്റും. കാര്യം എം മുകേഷിന്റെ ഒക്കെ വിഷയം വന്നിട്ട് ഒരുപാട് നാളായി. അപ്പോ അന്നും ഇന്നും ഒക്കെ നിലപാടുകൾ ആര് വന്നാലും പാർട്ടിക്കാരാണെങ്കിൽ ഒരു രീതിയും പാർട്ടിക്കാരല്ലെങ്കിൽ വേറൊരു രീതിയും തന്നെയാണ്. ഈ പാർട്ടിയിൽ പെട്ടവരെ തന്നെയാണ് ഇവിടെയൊക്കെ ഇരുത്താറുള്ളത്. അതൊന്നും നമ്മൾ അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കണക്കുണ്ടാവും പുരുഷന്മാർക്ക് എതിരെ എത്ര വ്യാജ പരാതികൾ പോകുന്നുണ്ടെന്നുള്ള. ആ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലും പാർലമെന്റിലും പോയിട്ട് ഇനി ഒരു നിയമ നടപടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ പരിഷ്കരിക്കേണ്ട ആവശ്യമുണ്ട്. അത് പരിഷ്കരിക്കുവാനുള്ള അവസരങ്ങൾ കിട്ടും എന്നുള്ള. പുരുഷന്മാർ എന്തിനാണ് ഇങ്ങനെ പോയി പെടാൻ നിൽക്കുന്നത്? പുരുഷന്മാർക്ക് ഇച്ചിരി സ്നേഹം കൂടുതലാണോ ഈ കാലഘട്ടത്തിൽ? തീർച്ചയായിട്ടും ഈ കള്ളം അറിയാത്തവരാണ് ഇന്ന് സ്ത്രീകൾക്ക് എല്ലാം. നമ്മൾ വലിയ മിടുക്കന്മാർക്കൊക്കെ അബദ്ധം പറ്റുന്നു. അല്ല, വലിയ മിടുക്കന്മാരല്ലേ, ഇവരെല്ലാം പാവങ്ങളാണ് സത്യം പറഞ്ഞാൽ. ഈ ഇപ്പൊ ഞാനായാലും ശരി തന്നെയാണ്. എന്നോട് ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹം കാണിച്ച ഒരു പെണ്ണ് വന്നാൽ നമ്മൾ അതിൽ വീണു പോകില്ലേ? പക്ഷെ നമ്മൾ വീഴുമെങ്കിലും നമ്മൾ അടിക്കണ്ടിട്ടൊന്ന് നോക്കും. പക്ഷെ ഇവിടെ മറ്റുള്ളവർ അങ്ങനെയല്ല. അവരങ്ങ് പെട്ടുപോവുകയാണ്. പെണ്ണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അങ്ങ് ഭയങ്കരമായിട്ട് എന്തോ ഒരു സംഭവമായിട്ട് കണ്ട് അതിനോട് ഒലിപ്പിച്ച് കാശ് അതിനുവേണ്ടി ഒരുപാട് ലക്ഷങ്ങൾ ഇറക്കുന്നു. ഇവർ ഈ കാശെല്ലാം പറ്റിച്ചുകൊണ്ട് ഇവരെല്ലാം ഒരു നിമിഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന ഒരു പെണ്ണ് ഒരാളിനെ അയാളെ അല്ലാതെ ഒരു കാമുകനെ കണ്ടെത്തുകയാണെങ്കിൽ, ഒരു സുഹൃത്തിനെ കണ്ടെത്തുകയാണെങ്കിൽ, ഈ സുഹൃത്ത് എപ്പോഴും മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു കാര്യമുണ്ട്, അവൾക്ക് വേറെയും സുഹൃത്തുണ്ടാവും. അതാദ്യം മനസ്സിലാക്കണം. അല്ലാതെ ഇവൾ ഭർത്താവിനെയും കളഞ്ഞിട്ട് എൻ്റെ കൂടെ ആണെന്ന് ചിന്തിക്കുന്നത് ലോകമണ്ടനാണ്. എന്നായാലും അവൾ ഇയാളുടെ കൂടെ തന്നെ ഇനി രണ്ടാമത് വന്നാലും അവൾ വേറൊരു മേച്ചിൽപ്പുറം തേടിപ്പോവും. വേറൊരു ഭർത്താവുള്ള ഒരു ഭാര്യയെ വളച്ച് സ്വന്തമാക്കുന്ന ആ പുരുഷൻ തെറ്റുകാരനല്ലേ? അതാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. പെണ്ണ്, അതിനാണ് നമ്മുടെ ആർട്ടിസ്റ്റ് പ്രിയങ്ക പറഞ്ഞൊരു കാര്യമുണ്ട്. വാതില് അകത്തുനിന്നാണല്ലോ ലോക്ക് ചെയ്തിരിക്കുന്നത്. ആ വാതിൽ തുറന്നു കൊടുക്കാതെ അതിൽ മുട്ടുന്ന ഒരാളും അകത്ത് കയറില്ല. അതിനുള്ള സാഹചര്യം എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന പെണ്ണ് തന്നെയാണ്. പിന്നീട് അത് പീഡിപ്പിച്ചു എന്നോ വേറെ രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, 30 എടുത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചതും 40 എടുത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചതും 40 പേര് പീഡിപ്പിച്ചതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം. എന്താ പറയുക, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെണ്ണ് ഇങ്ങോട്ട് ഏതെങ്കിലും രീതി വന്നിട്ട് തന്നെയാണ് ഈ ആണിന് എന്തെങ്കിലുമൊക്കെ തോന്നുന്നത്. അല്ലാതെ കുറച്ചുപേരുണ്ടാവാം, അടച്ചു പറയാൻ പറ്റും. കുറച്ചുപേരുണ്ടാവാം പുരുഷന്മാർ അങ്ങോട്ട് പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. പക്ഷെ ഇവർക്കത് ഒഴിഞ്ഞു മാറാമല്ലോ, അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പൊ എന്നോട് ആരെങ്കിലും ഏതെങ്കിലും പെണ്ണ് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് മനസ്സിലാവുമല്ലോ അത് ഏത് റൂട്ടിലാണെന്നുള്ളത്. അപ്പോ എനിക്ക് ഇപ്പോ ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയാൽ പോലും ചിലപ്പോൾ ഒരുപക്ഷെ ഞാനൊന്ന് ഒരു അകൽച്ച പാലിക്കും. കാരണം ഏത് നിമിഷവും നമുക്ക് പണി കിട്ടും. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അകലാനൊക്കെ തുടങ്ങി ഈ നാട്ടിന്റെ വലിയ പ്രശ്നമായി മാറും. കേട്ടോ, പുരുഷന്മാർ ചിന്തിക്കണം. അവർക്ക് പണി കിട്ടാതെ ചിന്തിക്കണം. പണി കിട്ടിയിട്ട് വന്ന് അയ്സാറ എന്നെ തകർത്ത് കളഞ്ഞു, എന്റെ കോടികൾ പോയി, കോടികളാണ് ഇപ്പൊ പറയുന്നത്. ഓരോരുത്തരും വിളിച്ച് പറയുന്നത് എന്റെ ഇത്ര കോടി പോയെന്ന്. ഞാൻ തന്നെ 60 വയസ്സായ ഒരു ചേട്ടൻ വിളിച്ച് 62 വയസ്സായ ചേട്ടൻ വിളിച്ച് പറയുകയാണ് അദ്ദേഹത്തിന്റെ 4.5 കോടി രൂപ പോയത് ഒരു പെണ്ണ് കാരണം. ഒന്ന് ആലോചിച്ച് നോക്കണേ, എന്ത് വിഡ്ഢിത്തമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പുരുഷന്മാര് കൂടുതൽ ഇത് തന്നെ കേട്ടോ. ഇവരുടെ കാശ് പോകുന്നതിന്റെ കാരണം മണ്ടന്മാരായി. ഹണി ട്രാപ്പ് കേസുകളിലൊക്കെ ഒരുപാട് പേരെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പുരുഷാവകാശ കമ്മീഷൻ ഇല്ലെങ്കിൽ പോലും പോലീസ് കൃത്യമായ നടപടി പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഞാൻ പറയാലോ, ഒരുപാട് കേസുകൾ വന്നാലും ഹണി ട്രാപ്പ് കേസുകളൊന്നും അറസ്റ്റൊന്നും ഉണ്ടാകുന്നില്ല. അറസ്റ്റ് ഉണ്ടാകുന്നത് മീഡിയ അറ്റൻഷൻ കിട്ടുന്ന കേസുകൾ മാത്രമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വിവാദമാവും എന്ന് കാണുമ്പോഴാണ്. അതിലും ഈ സ്ത്രീകളെ അല്ലെങ്കിൽ തന്നെ വേറൊരു കഞ്ചാവ് കേസുകളും മറ്റു MDMA കേസുകളിലൊക്കെ ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ ഒരുപാട് പെടുന്നുണ്ട്. പക്ഷെ അതില് 1-2 സ്ത്രീകളെ ഇതിൽ പ്രതിയാക്കിയിട്ട് അല്ലെങ്കിൽ ഒരാളിനെ പ്രതിയാക്കിയിട്ട് ബാക്കിയുള്ളവരെ എല്ലാം ഊരിവിടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബോച്ചയെ വയനാട് പോയി അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആർജവം ഇവിടുത്തെ സ്കൂളിലും കോളേജിലും മയക്കുമരുന്നുകൾ കച്ചവടം ചെയ്യുന്ന ഇവരെയൊക്കെ പിടിക്കാൻ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ കേരള പോലീസ് വിചാരിച്ചാൽ നടക്കില്ലേ? പിടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് അതിൻ്റെ റൂട്ട് അനുസരിച്ച്
നിയമപ്രകാരം മാത്രം അദ്ദേഹത്തെ വേണമെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന കേസല്ലേ ഉള്ളൂ. ഗോപി ചെമ്മണ്ണൂരും സെലിബ്രിറ്റി, പരാതിക്കാരിയും സെലിബ്രിറ്റി, രണ്ട് സെലിബ്രിറ്റികൾ തമ്മിലുള്ള വിഷയമാണ്. അപ്പൊ അത് വലിയ വിവാദമാണ്. അതാ പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ അതതിനേക്കാൾ വിവാദമാണ്. ഒരു വിവാദവും ഇല്ലായിരുന്നു ഇതിന്. ഈ ഒരു ചെറിയൊരു കാര്യത്തിന്, ഈ ഒരു ചെറിയൊരു കാര്യം ഒരുപാട് ബലാത്സംഗ വീരന്മാരും കൊലപാതകികളും ഇവിടെ വിഹരിക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ ഗോപി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യവസായി ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന, ഒരുപാട് പേർക്ക് പറഞ്ഞു തീർന്നോളൂ, ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത രീതി തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് വിചാരിച്ച ഒരാൾക്കെതിരെ എന്തും പറയാം എന്നുള്ള ലൈസൻസ് ഉണ്ട്. എന്താ പറഞ്ഞെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞതിനല്ലോ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തേ. അങ്ങനെ റിമാൻഡ് ചെയ്യാനുള്ള ഒരു നിയമം ഇവിടെ ഇല്ല. ഈ ദ്വയാർത്ഥം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ ദ്വയാർത്ഥ പ്രകാരമുള്ള വസ്ത്രധാരണം നിർത്തണം. അതിന് മാറ്റമൊന്നുമില്ല. ദ്വയാർത്ഥ വസ്ത്രധാരണമാണ് ഇന്ന് നടക്കുന്നത്. അത് നിർത്തണം. ആദ്യം കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ വഴിതെറ്റിക്കുന്ന ഈ പരാതിക്കാരെയും ഈ യൂട്യൂബ് ചാനലുകളിലുള്ള അവതാരകരെയൊക്കെ കൊണ്ട് മാറ്റി നിർത്തുക. ഗോപി ചെമ്മണ്ണൂരിന്റെ ഒരു വീഡിയോ, ഒരു സൈക്കിളിൽ ഒരു 10-18 വയസ്സ് അല്ലെങ്കിൽ ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് പുള്ളിക്കാരൻ, ഞങ്ങൾ രണ്ടുപേരും കൂടി പോവുക കേട്ടോ, ചിലപ്പോൾ ഞങ്ങൾ 3 പേരായിട്ട് തിരിച്ചു വരുമായിരിക്കും. ആ കുട്ടിയുടെ മാന്യമായ വസ്ത്രമായത്. അല്ല, അതിലെന്താ തെറ്റ്? അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയൂ. എന്നിട്ട് അദ്ദേഹം തന്നെ അതിൽ പറയുന്നുണ്ട് ട്രോഫിയാണ്, വേറെ ഒന്നും ഉദ്ദേശിക്കരുതെന്നാണ്. ഈ ഡബിൾ മീനിങ് പറയുമ്പോ അത് വേറൊരു അർത്ഥം കണ്ടെത്തുന്നത് നമ്മളാണ്. നമ്മുടെ തെറ്റാണ്. അദ്ദേഹം മൂന്നാമതൊരാൾ വരുമ്പോ അദ്ദേഹം പറയുന്ന ട്രോഫി, നിങ്ങൾ വേറെ ചിന്തിക്കരുതേ, മനസ്സിലായില്ലേ? അപ്പൊ ഒരു പഴംപൊരി എടുത്ത് വെച്ചിട്ട് അദ്ദേഹം ഈ വളഞ്ഞിരിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡബിൾ മീനിങ് ആക്കുന്നത് നമ്മളാണ്. വേറൊരു മീനിങ് അതിലുണ്ടെന്ന്. അപ്പൊ അത് നമ്മൾ കാണാതിരുന്നാൽ മതി. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഡബിൾ മീനിങ് ഇതിനേക്കാൾ മോശമായിട്ട് പറഞ്ഞ എം മണിയോ മറ്റുള്ളവരെയൊക്കെ ആദ്യം അറസ്റ്റ് ചെയ്യണം. അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇദ്ദേഹത്തിന് വാണിംഗ് കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ ഇദ്ദേഹം മാപ്പ് പറഞ്ഞു. അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ കൂടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുക മാപ്പ് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരിക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമാപണം പറഞ്ഞതല്ല, റിപ്പോർട്ട് പറയിപ്പിച്ചു. എങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെ ആയാലും അദ്ദേഹം പറഞ്ഞല്ലോ, അത് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന കേസ് ഉള്ളൂ. ഒരു കാര്യം ചോദിച്ചു, അത്രേ ഉള്ളൂ. ഗോപി ചെമ്മണ്ണൂർ വിളിച്ചായിരുന്നു? ഇല്ലല്ലേ, എന്നെ ആരും അങ്ങനെ പെട്ടെന്ന് വിളിക്കില്ല മനുഷ്യ. അതാദ്യം മനസ്സിലാക്കും. എന്നെ അങ്ങനെ ആരും വിളിക്കില്ല. കാര്യം അങ്ങനെ വിളിക്കാൻ കൊടുക്കുന്ന ഒരു റൂട്ടിൽ അല്ല അജിത് കുമാർ പോകുന്നത്. അതുകൊണ്ടാണ് എനിക്കെതിരെ ഇപ്പൊ പൈസ വെട്ടിച്ചു എന്നൊക്കെ മറുനാടൻ പോലുള്ളവർ പറഞ്ഞിട്ട് പോലും നട്ടല് നിവർത്തി ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം അതാണ്. ഇനി എന്റെ ബാങ്ക് ബാലൻസ് കാണണമെങ്കിലും കാണിച്ചു തരാം. ഒരുപക്ഷെ ഈ പോലീസുകാർക്ക് അന്വേഷിച്ച് കാണുമല്ലോ. അന്വേഷിച്ചിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ അജിത് കുമാർ ഇവിടെ ഇരിക്കുന്നത്. അജിത് കുമാർ കിടക്കുന്നത്, ഞാൻ എപ്പോഴും ഈ മരിച്ചു കിടന്നാലും ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നൊരു ഐതിഹ്യം ഉണ്ടല്ലോ. ഞാൻ അതിന്റെ കീഴിലാണ് പോകുന്നത്. എന്റെ സംഘടനയിലുള്ള എല്ലാവർക്കും അറിയാം. 1 രൂപയെങ്കിലും സംഭാവന തരുന്നവർക്ക് അറിയാം അജിത് കുമാറിന്റെ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ആ പൈസ സംഘടനയിൽ തന്നെ വരും. അത് എനിക്ക് വേറെ പൈസയുടെ ആവശ്യമില്ല. എനിക്ക് ഭക്ഷണം കഴിക്കണം, അത്രേ ഉള്ളൂ. അതും 3 നേരം പോലും ഞാൻ എല്ലാ ദിവസവും കഴിക്കാറില്ല. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു 1-2 വർഷത്തിന് മേളുള്ള, 1 വർഷത്തിനകത്ത് ഞാൻ വസ്ത്രം പോലും എടുത്തിട്ടില്ല. അതാദ്യം മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ ചെലവില്ല, വേറെ ചെലവൊന്നും എനിക്കില്ല. വണ്ടിക്ക് പെട്രോൾ അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു കാർ ഉണ്ടായിരുന്നത്, ആ കാർ എങ്ങനെ പോയി എന്നറിയോ? മലപ്പുറം ജില്ലയില് ഒരു പോക്സോ കേസിൽ ഒരു മകൻ ശ്രീനാഥ് പെട്ടു. അവന്റെ സ്കൂളിൽ പഠിക്കുന്ന 14 വയസ്സായ 15 വയസ്സായ പെൺകുട്ടി പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദമായ ഒരു കേസ്. എന്റെ അന്നത്തെ സ്വിഫ്റ്റ് ഡിസയർ കാറിൽ ഞാൻ മലപ്പുറത്ത് വിടുന്ന് ഞങ്ങളുടെ ടീമിനെയും കൊണ്ടുപോയി. അന്നൊന്നും 1 രൂപ പോലും പിരിവില്ല സംഘടനയിൽ, ഒരാളും തരില്ല. അതിനുവേണ്ടി സാമ്പത്തികമുള്ളവരാരും ഇല്ലാതാനും. അങ്ങനെ ഞാൻ ആ കാറിൽ ഇന്ധനം നിറച്ച് എല്ലാം അവിടെ പോയി തിരിച്ച് ഞങ്ങൾ അവിടെ വന്നു. തിരിച്ചു വന്നത് മാത്രമാണോ? പിന്നീട് അയാൾക്ക് സെക്രട്ടേറിയറ്റിൽ സമരം ഇരിക്കണം, എന്നാലേ നീതി കിട്ടത്തുള്ളൂ. അയാൾ ജയിലിൽ കിടന്നു. 35 ദിവസം ജയിലിൽ കിടന്നു. കോടതിയിൽ അദ്ദേഹം പറഞ്ഞു ഇത് DNA ടെസ്റ്റ് നടത്തണം, കുഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന്. അങ്ങനെ DNA ടെസ്റ്റ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ആ പയ്യന് ജാമ്യം കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഞാൻ നിരാഹാരത്തിൽ ഇരുത്തിയത്. അതിന് ആ ഫാമിലിയിൽ പോവുകയും അവർ അവിടെ നിന്ന് ഇറങ്ങിയ ടൈം മുതൽ പിന്നീട് ഇവിടെ സമരം ഞാൻ നോക്കി ഡേറ്റ് ഫിക്സ് ചെയ്തു. അവര് ആ വീട്ടിൽ നിന്ന് അവരുടെ കുടുംബം മൊത്തം ഇറങ്ങിയ സമയം മുതലുള്ള അവരുടെ ചെലവ് മൊത്തം വഹിച്ചത് ഞാനാണ്. ഇവിടെ കൊണ്ടുവന്ന് സെക്രട്ടറിയുടെ ഓപ്പോസിറ്റ് ഒരു ലോഡ്ജിൽ റൂം എടുത്ത് താമസിപ്പിച്ചത് ഞാനാണ്. ഏകദേശം 50,000 രൂപയോളം എനിക്ക് പോയി. മനസ്സിലാക്കണം, എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് കഴിഞ്ഞതിന് ശേഷം നടന്ന ഒരുപാട് സമരങ്ങൾ അടുപ്പിച്ച് എനിക്ക് ഇപ്പോഴത്തെ പോലെ സമരം നടത്തേണ്ടി വന്നു. അങ്ങനെ കടക്കാരനായി എൻ്റെ കാർ വിറ്റു. അതിനുശേഷം എനിക്കൊരു കാർ പോലും വാങ്ങാൻ പറ്റിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഒരു 2 വീലർ പോലും ഇല്ലാതെ നടന്നുപോയ ആളാണ് ഞാൻ. നിങ്ങളെല്ലാവരും പറഞ്ഞാൽ ഇതൊക്കെ പറയാൻ എനിക്ക് നാണക്കേടാണ്. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറയുകയാണ്,
അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ബൈക്കൊക്കെ വന്നിട്ടുള്ളത്. മനസ്സിലാവണം. അപ്പോൾ എനിക്കൊരു ബെഡില്ലാത്ത ആളാണ്. ഞാൻ എൻ്റെ ഓഫീസിലാണ് കിടക്കുന്നത്. മറുനാടൻ ഷാജൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ റെന്റ് കൊടുക്കുന്നത് സംഘടനയെന്നോ അല്ലെങ്കിൽ വേറെ ആരോ തന്നിട്ടാണ്. വീടില്ലാത്ത എനിക്ക്, അല്ലെങ്കിൽ റെന്റിന് പോലും വീട് എടുത്തിട്ടില്ലാത്ത ഞാൻ എങ്ങനെയാണ് എൻ്റെ ആ വീട്ടിൽ റെന്റ് കൊടുക്കുന്നത്? ഇത് നമ്മുടെ സാധികയോ ഇപ്പം നമ്മുടെ ഈ ഇടയ്ക്കിരുന്ന ആരാ ശാരിക ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ വീടിന് വേണ്ടിയിട്ട് ഇല്ലാത്ത വീടിന് എങ്ങനെയാ റെന്റ് കൊടുക്കണേ? എൻ്റെ സംഘടനയുടെ അടുത്ത് റെന്റ് കൊടുക്കുന്നു. എവിടെയാണ്? എൻ്റെ ഓഫീസിൽ ഒരു ബെഡ് പോലും ഇല്ലാതെ കിടന്നുറങ്ങുന്ന എന്നോടാണോ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ? എൻ്റെ ബാങ്ക് ബാലൻസ് എന്താണെന്ന് എനിക്കറിയാം. ഇന്നേ വരെ ഇപ്പൊ രോഹിത്തും ഇപ്പൊ നമ്മുടെ സംഘടനയിൽ ഇന്നും കൂടി നമ്മുടെ മെമ്പർമാർ ചോദിച്ചതാണ്, യൂട്യൂബ് ഈ ചാനലുകളിലെല്ലാം പോകുന്നുണ്ടല്ലോ, എവിടെ നിന്നെങ്കിലും കാശ് തരുന്നുണ്ടോ? രോഹിത് എത്ര രൂപ എനിക്ക് തന്നിട്ടുണ്ട്? ഞാനൊന്നും തന്നിട്ടില്ല, ഒരു ചായ പോലും വാങ്ങി തന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമ്മളായിരിക്കും ഇരുന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. ഒരു ചായ വാങ്ങിച്ചു തന്നിട്ടില്ല. ഇല്ല. കൂടെ വന്നാൽ ഓഫീസിൽ എത്തുമ്പോൾ തിരിച്ചും റെയിൽവേ സ്റ്റേഷനിലാക്കി അത്രേ ഉള്ളൂ. ബാക്കി റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവരെ എന്റെ പൈസയാണ്, അല്ലേ? അപ്പൊ ഞാൻ എല്ലാവരും മനസ്സിലാക്കും, ഇന്നേ വരെ ഒരു ചാനലിൽ നിന്നും 1 രൂപ ഞാൻ വാങ്ങിച്ചിട്ടില്ല. പക്ഷേ 24-ൽ പോയപ്പോ അവര് അത് കഴിഞ്ഞതിന് ശേഷം എന്റെ അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ എത്ര വന്നോ വന്നില്ലേ എന്ന് പോലും എനിക്കറിയില്ല. കാര്യം ഞാൻ വേണമെങ്കിൽ അത് തിങ്കളാഴ്ച എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം എത്ര രൂപ വന്നു. എങ്കിൽ അത് ആദ്യത്തെ സംഭവമായിരിക്കും. ഈ സംഘടന രൂപീകരിച്ച് ഇത്രയും വന്നിട്ട് പുറത്തിൽ നിന്ന് എനിക്ക് 1 രൂപ കിട്ടുന്നത് 24 നിന്നായി. അതിന് 24 നന്ദിയുണ്ട്. അതിന് 24 നന്ദിയുണ്ട്. അതിന് കാര്യം ഹാഷ്മി വിളിച്ചു 2 മണിക്കൂർ ഷൂട്ട് ചെയ്തിട്ട് എന്നെ ഏതൊക്കെ രീതിയിൽ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ കേട്ടോ. അതില് എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. കാരണം നമ്മളിത് പ്രതീക്ഷിച്ചാണ് പോയത്. രാഹുൽ ടീച്ചർ എന്നോട് ഇതെല്ലാം പറഞ്ഞിരുന്നു. അപ്പോ അങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് പിന്നെ ഭക്ഷണവും അവിടെ ഉണ്ടാവും. ചപ്പാത്തി ഉണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തിയും ചിക്കൻ ആണ് കഴിച്ചത്. വേറെയും എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഭക്ഷണം തന്നതും 24 ആണ്. പിന്നെ എന്തെങ്കിലും ബാങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മൺഡേ പറയും. അതിനും ക്രെഡിറ്റ് നിങ്ങൾ. അതിനൊരു ബിഗ് സാലൂട്ട്. ഓക്കെ അജിതരൻ, ഓൾ കേരള മെൻസ് അസോസിയേഷൻ പുതിയ മാനങ്ങൾ തേടട്ടെ, വിവാദങ്ങളിൽ പെടാതെ നല്ല രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോകട്ടെ, നല്ല ആളുകൾ സംഘടനയ്ക്കൊപ്പം ചേരട്ടെ. തീർച്ചയായിട്ടും തെറ്റിദ്ധാരണകൾ എല്ലാവരും മാറ്റുക. നന്ദി.